എവ്രി വൺ, ഗുഡ് ഈവനിങ്. നമ്മളുടെ ഇത് മൂന്നാമത്തെ സെഷനാണ്, ഓറിയന്റേഷന്റെ മൂന്നാമത്തെ സെഷനാണ്. ഓറിയന്റേഷൻ 9.0 ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ്, ഇന്റഗ്രേറ്റ് ആൻഡ് നമ്മളുടെ ഇത് ഓറിയന്റേഷൻ തേർഡ് സെക്ഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിലബസ്, നമ്മുടെ സിലബസിനെ കുറിച്ചാണ്. സിലബസ് ഡിക്കോഡിംഗ് സെഷനാണിത്. നമ്മളുടെ പൊളിറ്റിക്കൽ സയൻസ്, BA പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ BA പൊളിറ്റിക്കൽ സയൻസിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ നിങ്ങളുടെ സിലബസ് എങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങളെ അറിയിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ഇന്ന് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ വെച്ചിരിക്കുന്നത്. നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ആയിരിക്കുന്ന അശ്വതി മാഡം ആണ്. അശ്വതി മാഡം നമ്മളുടെ മെൻറ്ററാണ്. ദെൻ നമ്മൾക്ക് സിലബസിലേക്ക് കിടക്കാം. നമ്മളുടെ ഫസ്റ്റ് ഇയർ ഫോളോ ചെയ്യുന്ന പോർഷൻസ് ആണിത്. നമ്മളുടെ സിലബസ് ഇതൊക്കെയാണ്. ആൻഡ് ക്രെഡിറ്റ്സ് എന്ന് കാണുന്നത് നമ്മൾ ഒരു വിഷയത്തിന് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന അവേഴ്സ്, ഒരു വിഷയത്തിന് മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കാൻ എടുക്കുന്ന അവേഴ്സ് എത്രയൊക്കെയാണ് എന്നുള്ളതാണ് ഈ ക്രെഡിറ്റ്സ് എന്ന് കൊടുക്കുന്നത്. ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ആണ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സബ്ജക്റ്റ് നിങ്ങൾ കണ്ടു കാണും, അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി, 6 credits, അതായത് 180 hours ആണ് ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ ചിലവഴിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ റെഗുലർ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾക്ക് ഇത്ര അവേഴ്സ് ഒരു പീരീഡ് ഉണ്ടാവും ഒരു വിഷയത്തിന് വേണ്ടിയിട്ട്, ഒരു സബ്ജക്റ്റിന് പഠിക്കാനായിട്ട്. അതുപോലെ ഇതിപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്, പക്ഷേ നമ്മൾക്ക് നമ്മളുടെ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ഇത്ര അവേഴ്സ് ആണ് യൂണിവേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ 30 hours, 30 into 6, 180 hours ആണ് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഇനി നമ്മളുടെ സിലബസ് നോക്കാം. ഫസ്റ്റ് സബ്ജക്റ്റ് BPSC 101 അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ തിയറി, BPSC 102 കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ആൻഡ് ഡെമോക്രസി ഇൻ ഇന്ത്യ, BPSC 103 പൊളിറ്റിക്കൽ തിയറി കോൺസെപ്റ്റ്സ് ആൻഡ് ഡിബേറ്റ്സ്, BPSC 104 പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ. ഈ വായിച്ച 4 സബ്ജക്റ്റുകൾ, അതായത് ഈ 4 സബ്ജക്റ്റുകൾ നമ്മളുടെ കോർ പേപ്പേഴ്സ് ആണ്, അതായത് കമ്പൽസറി പേപ്പേഴ്സ് ആണ്. ബാക്കി 4 സബ്ജക്ട്, ഫസ്റ്റ് ഇയർ നമ്മൾക്ക് 8 സബ്ജക്റ്റുകളാണ് ഉള്ളത്. ബാക്കി 4 പേപ്പേഴ്സ് നമ്മുടെ എലക്റ്റീവ് പേപ്പേഴ്സ് ആണ്. അതിൽ എലക്റ്റീവ് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. BEVAE 181 എൻവയറമെന്റൽ സ്റ്റഡീസ്, BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റ്, BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്, PEGG 171 Media and Communication Skills, BPYG 171 Applied Ethics, BGDG 172 Gender Sensitization, Society and Culture, BPAG 172 Governance Issues and Challenges, BEGG 172 Language and Linguistics, BPYG 172 Philosophy of Religion, BABG 171 Understanding B.R. Ambedkar, ONR 003 Water Harvesting, Conservation and Utilization, BPCG 171 General Psychology, BPCG 172 Youth, Gender and Identity. Next. ഓക്കെ, ഇനി നമ്മൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് നോക്കാം. സെക്കൻഡ് ഇയറിലെ കമ്പൽസറി സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. BPSC 105 Introduction to Comparative Government and Politics, BPAC 101 Perspectives on Public Administration, BPSC 107 Perspective on International Relation and World History, then BPSC 109 Political Processes and Institution in Comparative Perspective, then BPSC 108 Public Policy and Administration in India, BPSC 1110 Global Politics, BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇനി അങ്ങോട്ടുള്ളത് നമ്മളുടെ എലക്റ്റീവ് പേപ്പേഴ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, BPCS 183 ഇമോഷണൽ ഇന്റലിജൻസ്, BPAG 173 ഇ ഗവേണൻസ്, BPCG 173 psychology for health and well-being, BEGG 173 academic writing and composition, BPAG 174 sustainable development, BPCS 184 school psychology, BPCS 186 managing stress, BPAS 184 logistic management, BEGS 183 writing and study skills. Then second year ബാക്കി ഇലക്റ്റീവ് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. BANS 183 ടൂറിസം ആന്ത്രോപോളജി, BPCS 185 ഡെവലപ്പിംഗ് ഇമോഷണൽ കമ്പറ്റൻസ്, BPCS 187 മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്,
BSSS 183, Life Skills, BSOG 173, Rethinking Development, BPCG 174, Psychology and Media, BANS 184, Public Health and Epidemiology, BECS 184, Data Analysis, BEGS 186, Business Communication, BPCS 188, Applications of Social Psychology, ONR 002, Basic of Hydrology, BPCG 176, Psychology of Gender, BEGG 174, Creative Writing. ഇനി തേർഡ് ഇയറിലെ പേപ്പറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. BPSC 111, ക്ലാസിക്കൽ പൊളിറ്റിക്കൽ ഫിലോസഫി, BPSC 112, Indian Political Thought 1, BPSC 113, Modern Political Philosophy, BPSC 114, Indian Political Thought 2, BPSC 141, Gandhi and the Contemporary World, BPSC 143, State Politics in India, BPSC 142, India's Foreign Policy in Globalizing World, BPSC 144, Introduction to South Asia, BPSC 145, Democracy and Development in Northeast India, BPSC 146, Conflict Resolution and Peace. Then first year syllabus, 4 year syllabus ഏതൊക്കെയാണെന്ന് നോക്കാം. BA Politics 4 year syllabus ഏതൊക്കെയാണെന്ന് നോക്കാം. BPSC 101, Understanding Political Theory, BPSC 102, Constitutional Government and Democracy in India, BEVAE 181, Environmental Studies, BEDSV 101, Value Education, BCOS 186, Personal Selling and Salesmanship, a vocational course ആണ്. BCOS 185, Entrepreneurship, BSOG 171, Indian Society, Images and Realities, BPAG 171, Disaster Management, BCOS 183, Computer Application in Business, BPAS 184, Logistics Management, BPCS 183, Emotional Intelligence, BEGS 183, Writing and Study Skills. Then BECS 184, Data Analysis, BEGG 171, Media and Communication Skills, BHIE 143, and History of Environment, BPCG 171, General Psychology, BPYG 171, Applied Ethics, BABG 171, Understanding a Baker, BTTS 183, and Introduction to Machine Translation, BSSS 183, Life Skills, BPCS 185, Developing Emotional Competence, BCS 183, Laboratory Management Skills, BANS 183, Tourism Anthropology. Then BA Political Science second year നോക്കാം. 4 core papers ആണ്, compulsory papers ആണ്. BEGAE 182, and English Communication Skills, ഇത് നമ്മളുടെ elective paper ആണ്. BEGS 183, Writing and Study Skills, and 2 minor papers, Sociology or Psychology. ഇനി നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മളുടെ സിലബസ്, നമ്മളുടെ ചാപ്റ്റേഴ്സ്, സബ്ജക്റ്റിന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. Block 1, Introducing Political Theory. Unit 1, What is Political Theory? 2 approaches, Normative and Empirical. Unit 2, What is Politics? Study of State and Power. Then Block 2 will വരുന്നത് Approaches to Political Theory. Unit 3, Liberal. Unit 4, Marxist. Unit 5, Conservative. Unit 6, Feminist. Unit 7, Postmodern. Then Unit 8, The Idea of Democracy. Unit 9, Democracy, Representation and Accountability. Unit 10, Representative Democracy and its Limits. Unit 11, Participation and Dissent. Unit 12, Democracy and Citizenship. അപ്പോൾ ഇതിൽ നമ്മൾ വരുന്നത് ഓരോ തിയറീസും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അപ്രോച്ചസ്, നമ്മൾ ഓരോ കോൺസെപ്റ്റ്സ് ഒക്കെ ആണ് ഈ ഒരു പോർഷനിൽ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ്, ലിബറൽ, പോസ്റ്റ് മോഡേൺ, ഫെമിനിസ്റ്റ്, അങ്ങനെ ഓരോരോ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് ആണ് ഈ ഒരു ബ്ലോക്ക് 1 to 3 നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് then
BPSC 102 Constitutional Government and Democracy in India. Block 1 Constituent Assembly and Constitution. Unit 1 The Making of the Indian Constitution. Unit 2 Philosophical Premises. Unit 3 Preamble. Unit 4 Fundamental Rights. Unit 5 Directive Principles of State Policy. Unit 6 Fundamental Duties. Block 2 Organs of the Government. Block 2 Organs of the Government. Unit 7 വരുന്നത് Legislature. Unit 8 Executive. Unit 9 Judiciary. Then Block 3 Federalism and Decentralization. Unit 10 വരുന്നത് Division of Powers. Unit 11 Emergency Provisions. Unit 12 വരുന്നത് 5th and 6th Schedule. Unit 13 വരുന്നത് Local Self Government. അപ്പോൾ BPSC 102 നമ്മൾ നോക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വിചാരിച്ച് പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, നമ്മുടെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഡിവിഷൻ ഓഫ് പവർ, ഇതൊക്കെയാണ് നമ്മൾ BPS 102 ചാപ്റ്റേഴ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് മന്ത്. Then BPSC 103 Political Theory, Concepts and Debate. Block 1 Liberty. Unit 1 Liberty as absence of external intervention. Unit 2 Liberty as self-determination. Unit 3 Alienation of Oppression and Freedom. Then Block 2 Equality. Unit 4 അതില് Unit 4 വരുന്നത് Equality before law and Equality of Opportunity. Unit 5 Equality, Sameness and Difference. Unit 6 Differential Treatment and Equality of Outcomes. അപ്പോൾ ഈ ഒരു 103 പൊളിറ്റിക്കൽ തിയറിയിൽ നമ്മൾ ലിബർട്ടി ആൻഡ് ഇക്വാളിറ്റി, ലിബർട്ടിയിലെ ഓരോ ലിബർട്ടി ആൻഡ് ഇക്വാളിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. ബ്ലോക്ക് 3 വരുന്നത് ജസ്റ്റിസ്. Unit 7 Justice as Fairness. Unit 8 Idea of Justice. Unit 9 Justice in a Global Context. Then Block 4 Rights ആണ്. Unit 10 Idea of Rights, Entitlement and Boundaries. Unit 11 Basis of Rights, Legal, Moral and Natural. Then Unit 12 Rights and Obligations. Next one. Then Block 5 വരുന്നത് Major Debates. Unit 13 Law and Civil Disobedience. Unit 14 Rights and Universality. Unit 15 Multiculturalism and Tolerance. Next one. Then BHIC 104 Social Formations and Culture Patterns of the Medieval World. Block 1 വരുന്നത് Political Parties and Party System. അതില് Unit 1 വരുന്നത് Political Parties, Party System and Democracy. Unit 2 വരുന്നത് Political Parties in India. Unit 3 വരുന്നത് Party System in India. Block 2 Unit 4 വരുന്നത് Caste, Class, Gender and Tribe. Unit 5 വരുന്നത് Ethnicity, Religion and Language. Then Unit 6 വരുന്നത് Autonomy Movements. Unit 7 Insurgency. Unit 8 Movements for Separate Statehood. Next one. Then Block 4 വരുന്നത് Religion and Politics. Unit 9 വരുന്നത് Secularism. Unit 10 വരുന്നത് Communalism. Block 5 Caste and Politics. Unit 11 വരുന്നത് Caste Organization and Political Formations. Unit 12 വരുന്നത് Caste and Politics. Then Block 6 വരുന്നത് Unit 13 Reservation. Unit 14 വരുന്നത് Development. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത് സെക്യുലറിസം, കമ്മ്യൂണലിസം, കാസ്റ്റും പൊളിറ്റിക്സും, കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഫോർമേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് വൺ. ദെൻ നമ്മുടെ അടുത്ത സബ്ജക്റ്റ് ആണ് എൻവയറമെന്റൽ സ്റ്റഡീസ്, BEVAE 181. അതിൽ ബ്ലോക്ക് 1 പഠിക്കുന്നത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു എൻവയറമെന്റ് ആൻഡ് എൻവയറമെന്റൽ സ്റ്റഡീസ്. ബ്ലോക്ക് 2 വരുന്നത് നാച്ചുറൽ റിസോഴ്സസ്. ബ്ലോക്ക് 3 വരുന്നത് എൻവയറമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. ബ്ലോക്ക് 4 വരുന്നത് പ്രൊട്ടക്ടിങ് അവർ എൻവയറമെന്റ്, പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. നെക്സ്റ്റ് വൺ. അതിൽ ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു എൻവയറമെന്റ് ആൻഡ് എൻവയറമെന്റൽ സ്റ്റഡീസ്. Unit 1 വരുന്നത് അവർ എൻവയറമെന്റ്. ദെൻ അവർ Unit 2 വരുന്നത് എക്കോസിസ്റ്റം. Unit 3 വരുന്നത് മേജർ എക്കോസിസ്റ്റംസ്. ദെൻ ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്. Unit 4 അതിൽ Unit 4 വരുന്നത് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സ്.
യൂണിറ്റ് 5 വരുന്നത് ഫോറസ്റ്റ് റിസോഴ്സസ്, യൂണിറ്റ് 6 വരുന്നത് ബയോഡൈവേഴ്സിറ്റി, വാല്യൂസ് ആൻഡ് സർവീസസ്, യൂണിറ്റ് 7 വരുന്നത് എനർജി റിസോഴ്സസ്. നെക്സ്റ്റ് ബ്ലോക്ക് 3 വരുന്നത് environmental issues and concerns, unit 8 biodiversity, threats and conservation, unit 9 വരുന്നത് environmental pollutions and hazards, unit 10 വരുന്നത് waste management, unit 11 വരുന്നത് global environmental issues. അതിൽ then block 4 വരുന്നത് protecting our environment policies and practices. അതിൽ യൂണിറ്റ് 12 വരുന്നത് എൻവയറമെന്റൽ ലെജിസ്ലേഷൻ, യൂണിറ്റ് 13 വരുന്നത് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയറമെന്റ്, യൂണിറ്റ് 14 വരുന്നത് എൻവയറമെന്റൽ എത്തിക്സ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഇലക്ടീവ് പേപ്പർ ആണ് വാല്യൂ എഡ്യൂക്കേഷൻ BEDSV 101. അതിൽ ബ്ലോക്ക് 1 വരുന്നത് കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക്, ബ്ലോക്ക് 2 വരുന്നത് ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, ബ്ലോക്ക് 3 വരുന്നത് തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ്, ബ്ലോക്ക് 4 വരുന്നത് സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്, ബ്ലോക്ക് 5 വരുന്നത് സോഷ്യൽ ലിങ്കേജസ്. നെക്സ്റ്റ് ഓക്കെ. Then BEDSV 101 value education, block 1 conceptual framework, unit 1 social malaise and the need for value education, unit 2 വരുന്നത് concept of morality and moral education, unit 3 വരുന്നത് dimensions of morality, unit 4 വരുന്നത് pillars of democracy, living in peace and harmony. Next. Then block 2 വരുന്നത് changing culture and human values, അതില് unit 1 വരുന്നത് Indian culture and human values, unit 2 വരുന്നത് values enriched in Indian philosophy, unit 3 വരുന്നത് cultural pluralism in Indian society, unit 4 വരുന്നത് values for sustainable development. Next one. Then block 3 വരുന്നത് theoretical foundations, unit 1 theories of goodness, unit 2 theories of conduct, unit 3 വരുന്നത് reason and emotions in human conduct, unit 4 വരുന്നത് character and personality. Next one. Then block 4 വരുന്നത് social dynamics and value development, അതില് unit 1 വരുന്നത് process of socialization, unit 2 വരുന്നത് social interaction and human values, unit 3 വരുന്നത് values, conflict and resolution, unit 4 വരുന്നത് process of human adjustment. Then block 5 വരുന്നത് social linkages, അതില് unit 1 വരുന്നത് value development through social institutions, family and neighborhood. Sorry. Unit 2 വരുന്നത് സ്കൂൾ ആൻഡ് പിയർ, യൂണിറ്റ് 3 വരുന്നത് റോൾ ഓഫ് പാരന്റ്സ്, യൂണിറ്റ് 4 വരുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ്. നെക്സ്റ്റ്. താങ്ക് യു. ഓക്കെ, ഹലോ എവ്രി വൺ. നികിത മാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നുള്ള സബ്ജക്ട് വൈസ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഓൺ ബോർഡിംഗ് സെഷനിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇഗ്നോയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നമുക്ക് എന്ത് വരും, അസൈൻമെന്റ്സ് സബ്മിഷൻ വരുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത ബാച്ചിന്റെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതുന്ന സെഷന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റഡി സെന്ററിൽ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അസൈൻമെന്റ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. 100 മാർക്സിനാണ് നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അതിൽ നമുക്ക് 35% മാർക്കെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ അസൈൻമെന്റ്സ് ക്വാളിഫൈഡ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. യൂഷ്വലി ലേൺ വൈസ് സ്റ്റുഡൻസിനൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും, നമുക്ക് എല്ലാ സ്റ്റുഡൻസിനും തന്നെ നല്ല രീതിയിൽ മാർക്സ് അസൈൻമെന്റ്സിന് സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് അസൈൻമെന്റ് ഗൈഡ് ബുക്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൺസേൺ മെന്റേഴ്സ് നിങ്ങളെ അത് ഇൻഫോം ചെയ്യും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻമെന്റ്സ് എഴുതിയിട്ട് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം എക്സാമിന് മുമ്പ്, ഇപ്പൊ ഡിസംബർ അറ്റംപ്റ്റിലാണ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സെപ്റ്റംബറോട് കൂടെ നിങ്ങൾ അസൈൻമെന്റ്സ് വെക്കേണ്ടി വരും. ജൂൺ അറ്റംപ്റ്റ് ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം മാർച്ച് എൻഡോട് കൂടിയാണ് അസൈൻമെന്റ്സ് സാധാരണ വെക്കേണ്ടി വരാറുള്ളത്. അപ്പൊ ഡിസംബറിൽ എക്സാം എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അസൈൻമെന്റ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു സ്റ്റഡി സെന്ററിലെ സാറുമാരാണ് അസൈൻമെന്റ്സ് വാല്യൂ ചെയ്യുക. അതിനുശേഷം ആ അസൈൻമെന്റ്സ് നമുക്ക് വേണമെങ്കിൽ പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും, തിരിച്ച് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ വാല്യൂ ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സ് നമുക്ക് തിരിച്ച് കിട്ടുമ്പോൾ അതിനെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്നാണ് പറയുന്നുണ്ടാവുക. അസൈൻമെന്റ്സ് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ്സ് ആണ് നമ്മൾ ബേസിക്കലി വെക്കേണ്ടത്. പ്രിന്റഡ് ഫോമിൽ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഹാൻഡ് റിട്ടൺ ഫോമിലാണ് നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക.
അസൈൻമെന്റ്സ് വയ്ക്കുന്ന സമയത്ത് സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങൾ അസൈൻമെന്റ്സ് വച്ചു എന്നുള്ളതിന്റെ ഒരു അക്നോളജ്മെന്റ് റെസീപ്റ്റ് കൈപ്പറ്റണം കേട്ടോ. കാരണം ലേറ്റർ ഓൺ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് നിങ്ങൾ അസൈൻമെന്റ്സ് വെച്ചില്ല എന്നോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ്സ് വച്ചു എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് അക്നോളജ്മെന്റ് റെസീപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ മസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്യണം. പിന്നെ അസൈൻമെന്റ്സ് എഴുതി കഴിഞ്ഞിട്ട് വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിന്റെ ഒരു എക്സ്ട്രാ കോപ്പി, ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയോ നിങ്ങൾ വയ്ക്കുന്ന അസൈൻമെന്റ്സിന്റെ ഒരു കോപ്പി നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ലേറ്റർ ഓൺ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണത്. അപ്പൊ അതും കൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അസൈൻമെന്റ്സ് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അസൈൻമെന്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടേം ആൻഡ് എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. ഇഗ്നോ യൂണിവേഴ്സിറ്റിന്റെ കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് എക്സാം വരുന്നുണ്ടാവുക ജൂണിലും ഡിസംബറിലുമാണ് നമുക്ക് എക്സാം വരുന്നുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂൺ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അസൈൻമെന്റ്സ് ഒക്കെ ഒരു മാർച്ചോടെ വയ്ക്കേണ്ടി വരും. ഡിസംബറിൽ എഴുതേണ്ടവരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബറോടെ വേണം അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഏകദേശം അതേ സമയത്ത് തന്നെ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഫോംസും ഓപ്പൺ ആവും. നമുക്ക് ഒരു എക്സാം ആപ്ലിക്കേഷൻ ഫോംസ് ഓപ്പൺ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. റിക്വയർഡ് ഫീസ് അടച്ചിട്ട് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ തൃശ്ശൂരുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, നിങ്ങളുടെ സ്റ്റഡി സെന്റർ കേരളവർമ്മ കോളേജ് ആണെങ്കിൽ പോലും നിങ്ങൾ എക്സാമിന്റെ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്താണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം സെന്റർ ട്രിവാൻഡ്രം വേണമെങ്കിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എക്സാം സെന്റർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അബ്രോഡും നമുക്ക് സെന്റേഴ്സ് അവൈലബിൾ ആണ്. ഇഗ്നോന്റെ സ്റ്റഡി സെന്റേഴ്സും എക്സാം സെന്റേഴ്സും അവൈലബിൾ ആണ്. പക്ഷെ ഫീസിന് നല്ല രീതിയിൽ ഒരു ഡിഫറൻസ്. അപ്പോൾ അതൊക്കെ എക്സാമിന്റെ സമയം ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഏത് പ്ലേസിലാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്യണം. നമുക്ക് എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിൽ മിനിമം 35% ആണ് നമുക്ക് എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് വേണ്ട മാർക്ക് കേട്ടോ. അസൈൻമെന്റ്സ് പാസ്സാവണമെന്നുണ്ടെങ്കിലും 35% തന്നെയാണ്, എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിലും 35% തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അസൈൻമെന്റ്സ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് റിട്ടൺ ടെസ്റ്റ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും 35%, 100ൽ 35 മാർക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അസൈൻമെന്റ്സിന് ഒരു 100 ഔട്ട് ഓഫ് 100 കിട്ടി ഒരു സബ്ജക്റ്റിന്. ഇപ്പൊ എൻവയോൺമെന്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറിന് നിങ്ങൾക്ക് 100 ഔട്ട് ഓഫ് 100 അസൈൻമെന്റ്സിന് കിട്ടിയെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് സെയിം എക്സാമിന്റെ ഒരു ടെസ്റ്റിന് നിങ്ങൾക്ക് അതിന്റെ റിട്ടേൺ ടെസ്റ്റിന് നിങ്ങൾക്ക് ഒരു 80 മാർക്സ് ആണ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ നിങ്ങൾ രണ്ടും പാസ്സായിട്ടുണ്ട്. 35 മാർക്സിന് മുകളിലുള്ളതുകൊണ്ട് നിങ്ങൾ രണ്ടും ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഫൈനൽ മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത് അസൈൻമെന്റ്സിന് എത്ര മാർക്കാണോ കിട്ടിയത് അതിന്റെ 30% എടുക്കും. അതായത് നിങ്ങൾക്ക് 100 കിട്ടിയിട്ടുള്ളതുകൊണ്ട് മാക്സിമം 30 മാർക്സ് വരെ നമ്മൾ വെയിറ്റേജ് എടുക്കും. പിന്നെ നമ്മൾ റിട്ടേൺ ടെസ്റ്റിൽ എത്ര കിട്ടിയെന്ന് നോക്കും. ഞാനിപ്പോൾ എക്സാമ്പിൾസേക്കിന് പറഞ്ഞത് 80 മാർക്സ് സ്കോർ ചെയ്തു എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് 80 മാർക്സിന്റെ ഒരു 70%, ദാറ്റ് മീൻസ് ഒരു 56 മാർക്സ് വരും. അപ്പൊ അതും കൂടെ ക്ലബ് ചെയ്യും. അതായത് 56 പ്ലസ് 30 കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 86 മാർക്സ് ആയിരിക്കും ഇൻ ടോട്ടൽ കിട്ടുന്നുണ്ടാവുക. ഈവൻ ദോ നിങ്ങൾ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് 80 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഈ അസൈൻമെന്റ്സിന്റെ വെയിറ്റേജ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് 86 മാർക്സ് ആയിരിക്കും ഫൈനൽ മാർക്ക് വരുന്നുണ്ടാവുക. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇതേപോലെ തന്നെ എന്താണ്, ഇപ്പൊ നിങ്ങൾ അസൈൻമെന്റ്സിന് 90 മാർക്കാണ് കിട്ടിയെങ്കിൽ അതിന്റെ 30%, അസൈൻമെന്റ്സിന് 80 ആണെങ്കിൽ അതിന്റെ 30%, അതുപോലെ റിട്ടേൺ ടെസ്റ്റിന് കിട്ടുന്നതിന്റെ 70%. നിങ്ങൾ സ്കോർ ചെയ്യണ അനുസരിച്ച് ആ മാർക്കിൽ വാരിയേഷൻ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ ഒരിക്കലും ചേഞ്ച് ആവില്ല. 70:30 എന്നുള്ള പ്രൊപ്പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനൽ മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത്. പിന്നെ നമ്മുടെ ലേൺ വൈസിൽ സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഈ ഒരു കോഴ്സ് കംപ്ലീഷന് വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരുപാട് റിസോഴ്സസും സപ്പോർട്ട് സർവീസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ലേൺ വൈസ് സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. നമുക്ക് ആപ്പിന്റെ ഉള്ളിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഈ ഒരു സെഷന്റെ എൻഡിൽ നമ്മൾ ലൈവ് സെഷന്റെ ടൈം ടേബിൾ ഒക്കെ ലോഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ ആപ്പിലുള്ള റെക്കോർഡഡ് കണ്ടന്റ് കണ്ടിട്ട് അതിന്റെ ബേസിസിലുള്ള ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ലേൺ വൈസ് നിന്ന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ കേൾക്കുന്നുണ്ടാവും. ഇത് തന്നെ റെക്കോർഡഡ് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു ക്ലാരിറ്റിയോടുകൂടെ അല്ലെങ്കിൽ ഇതേ ഒരു ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ആരും കേൾക്കാനിരിക്കില്ല. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ലൈവ് സെഷന്റെ വീഡിയോ റെക്കോർഡിങ്സ് നമുക്ക് ആപ്പിൽ വിത്തിൻ ഒരു 1 or 2 വീക്സിനുള്ളിൽ തന്നെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ മാക്സിമം ലൈവായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവിന്റെയും റെക്കോർഡ് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക.
പിന്നെ നമുക്ക് ആപ്പ് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്ലാസ്സിന്റെ അടിയിൽ തന്നെ ഒരു വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടാവും. ക്രിസ്പായിട്ട് കുറച്ചൊരു ക്യൂക്ക് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ് ആപ്പിന്റെ ഉള്ളിൽ. പിന്നെ എക്സാം PDF ഉണ്ട്. നമ്മൾ ആ കാണുന്ന ക്ലാസ്സിന്റെ ഏരിയാസിൽ നിന്ന് മുമ്പത്തെ എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ എക്സാം PDF എന്ന് പറയുന്ന ഒരു PDF ഫയൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എക്സാം എടുക്കുമ്പോൾ നമുക്ക് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസൈൻമെന്റ്സിന്റെ സെക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ്. കാരണം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് നമ്മുടെ ആപ്പിൽ പബ്ലിഷ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെയും കൂടെ ഹെൽപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻമെന്റ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് കൂടാണ്ട് തന്നെ നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ്. കഴിഞ്ഞു പോയിട്ടുള്ള 5-6 അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ ബേസിസിലുള്ള ആ ഒരു നമ്മൾ ആ ഒരു അനാലിസിസ് നടത്തിയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിലുള്ള അനാലിസിസ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാം എടുക്കുമ്പോൾ ചെയ്യാറുണ്ട്. ഇഗ്നോ മോഡൽ എക്സാംസ് നമ്മൾ നടത്താറുണ്ട്. എല്ലാ സീസണിലും നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ എക്സാം ഒക്കെ എടുക്കുമ്പോൾ ചിലവർക്ക് സ്ട്രെസ് ഉണ്ടാവും, ചിലവർക്ക് എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് ക്വറീസും കാര്യങ്ങളും ഉണ്ടാവും. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് നമ്മൾ ഓപ്പൺ ചെയ്യാറുണ്ട്. പിന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം EEP എന്ന് പറയും. നമ്മൾ സക്സസ്ഫുള്ളി 2 സീസൺസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബാച്ചിന് വേണ്ടിയിട്ട് പുതിയ സീസൺ തുടങ്ങുന്നുണ്ടായിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു, നമുക്കറിയാലോ നമ്മുടെ എക്സാം എഴുതുന്നത് തന്നെ ഇംഗ്ലീഷിലാണ്. ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ചിലപ്പം പലർക്കും അത്രയ്ക്കൊരു ഇതുണ്ടാവില്ല, ഒരു ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിൽ നിന്ന് തന്നെയുള്ള ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു എന്താ റിട്ടേൺ നന്നായിട്ട് എഴുതുന്ന രീതിയിൽ എങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് എഴുതാന്നുള്ള രീതിയിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേൺ വൈസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അഡീഷണൽ പ്രോഗ്രാം ആണത്. അപ്പൊ അതിന്റെയും കഴിഞ്ഞു പോയിട്ടുള്ള സീസണിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ കോ കരിക്കുലർ ഇവന്റ്സ്, നമുക്കൊരു റെഗുലർ കോളേജിൽ പഠിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു നഷ്ടബോധം നിങ്ങൾക്ക് ലേൺ വൈസിലെ സ്റ്റുഡൻസ് ആകുമ്പോൾ ഉണ്ടാവില്ല. നമുക്ക് ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മൾ വിർച്വലി തന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് തന്നെ മുമ്പത്തെ ബാച്ചുകളുടെയൊക്കെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നെറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ, യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള നമുക്കൊരു നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്. ഇപ്പൊ നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങൾക്കൊരു ഈ ഒരു ഡിഗ്രിയോട് കൂടി നിങ്ങൾ നിർത്തുന്നില്ലല്ലോ, നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളുടെ പഠിത്തം തുടരണം, നിങ്ങൾ കരിയറിൽ ഒരു ഉയർന്ന നിലയിൽ എത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സും ആക്ടിവിറ്റീസും ലേൺ വൈസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ആൽവിൻ ടോഫ്ലർ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ദ ഇലിറ്ററേറ്റ് ഓഫ് ദ 21st century ആർ നോട്ട് ദോസ് ഹു കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്, ബട്ട് ദോസ് ഹു കനോട്ട് ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് 21st centuryയിലാണ് ജീവിക്കുന്നത്. ഈ ഒരു സെഞ്ചുറിയിൽ ഇല്ലിറ്ററേറ്റ്, അതായത് നിരക്ഷരർ എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ നമ്മൾ അക്ഷരം അറിയാത്ത ആളുകളെയാണ് നമ്മൾ ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ബട്ട് ഈ ഒരു സെഞ്ചുറിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ്സിനനുസരിച്ച് ടെക്നോളജി ഒരുപാട് വളർന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ശരിയാണെന്ന് വീണ്ടും ഉറപ്പുവരുത്തണം, ചില കാര്യങ്ങൾ ഒന്ന് മാറി പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള എഫേർട്ട് എടുക്കാത്തവരെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇല്ലിറ്ററേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ആ ഒരു കാറ്റഗറിയിൽ പോവാണ്ട് എന്താ പറയാ, ലിറ്ററേറ്റ് ആയിട്ട് തന്നെ, എന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ആ ഒരു ത്വര, ആ ഒരു എനർജി, നിങ്ങൾ ആ ഒരു എന്തൂസിയാസം നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു സെഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ എന്താ പറയാ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ടൈം ടേബിൾ ലോഞ്ച് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇനി ആ ഒരു ടൈം ടേബിളിന്റെ ബേസിസിലാണ് ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ സ്ക്രീനിൽ നമ്മുടെ ടൈം ടേബിൾ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെയാണ്, കാണാം. ഓക്കെ, ശരി. അപ്പോൾ ഓൾറെഡി നികിത മാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ടോട്ടലി 8 പേപ്പറാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ നിങ്ങളിപ്പോൾ ഒരു 1 ഇയർ പഠിക്കുകയാണെങ്കിൽ ഒരു 6 months എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ 4 സബ്ജക്റ്റിന്റെ ടൈം ടേബിൾ ആണ് നമ്മൾ തരുന്നത്. അതായത് ഫെബ്രുവരി 3-ാം തീയതി കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടൈം ടേബിൾ ആണ് നമ്മൾ തരുന്നത്. എന്നിട്ട് ഏകദേശം ജൂണോട് കൂടെ 4 സബ്ജക്റ്റ് ഫിനിഷ് ചെയ്യുന്ന രീതിയിലുള്ള ടൈം ടേബിൾ ആണ് കേട്ടോ തരുന്നത്. കാണാം, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് മെന്റർ ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരൂ കേട്ടോ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലെസൺ ടൈം 10:30 AM ആൻഡ് ലെസൺ ടൈം 7:30 PM എന്ന് തന്നിട്ടുണ്ട്. എന്നും പറഞ്ഞാൽ ആ ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വൈറ്റ് കളറിൽ കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് ഓൾറെഡി അവൈലബിൾ ആണ് കേട്ടോ, ക്ലാസ്സുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ
അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ എപ്പോൾ വേണമെങ്കിലും കാണാം. ടൈം ടേബിൾ പ്രിപ്പറേഷന്റെ സേക്കിന് വേണ്ടിയിട്ടാണ് 10:30 ആൻഡ് 7:30 എന്നുള്ള ടൈം തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പോഴെല്ലാം കാണാം. ഇപ്പൊ ഫെബ്രുവരി 3-ാം തീയതി ഇപ്പൊ നിങ്ങൾ കാണേണ്ടത് എന്താ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷനും ലെസൺ 1ഉം കാണണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ 4th ഫെബ്രുവരി ലെസൺ 2, ലെസൺ 3 നിങ്ങൾ കാണണം. അങ്ങനെ ഓരോ ദിവസവും ക്ലാസ്സുകൾ കണ്ടുപോയതിനു ശേഷം ഏകദേശം 11th ഫെബ്രുവരി ആകുമ്പോൾ ഈ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടല്ലോ, ഈ ഡേയ്സിൽ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ വരാൻ പോകുന്നത്. അതായത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ റിവിഷൻ ക്ലാസ്സുകൾ വരാൻ പോകുന്നത് ഈ ഒരു ഡേയ്സിൽ എന്തെങ്കിലും ആയിരിക്കും വരാൻ പോകുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ആദ്യം കണ്ടു തുടങ്ങേണ്ട ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അതിനുശേഷം അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആഫ്റ്റർ ദാറ്റ് പൊളിറ്റിക്കൽ തിയറി, കൺസെപ്റ്റ്സ് ആൻഡ് ഡിബേറ്റ്സ് എന്ന് പറയുന്ന പേപ്പർ വേണം കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ലാസ്റ്റ് ഇന്ത്യൻ സൊസൈറ്റി, ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്. ഇങ്ങനെ 4 സബ്ജക്റ്റ് ആണ് നിങ്ങൾ ടിൽ ഒരു മെയ് എൻഡ് വരെയൊക്കെ പഠിക്കേണ്ടത്. ബൈ ജൂൺ ആകുമ്പോൾ നമ്മൾ പുതിയ ടൈം ടേബിൾ സെറ്റ് നിങ്ങൾക്ക് റിലീസ് ചെയ്യും കേട്ടോ. അപ്പൊ അതുവരെ പഠിക്കാനുള്ള ആ ഒരു ടൈം ടേബിളും ലൈവിന്റെ സെഷൻസിന്റെ ഷെഡ്യൂളും ആണ് ഇപ്പൊ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിയണ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെന്റേഴ്സ് നിങ്ങൾക്ക് ആ ഒരു ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരും. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കോഴ്സ് വർക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്യുക. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു സെഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ശരി, ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇത് 3rd സെഷനാണ് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്, സിലബസ് ഡീകോഡിങ്ങിന്റെ സെഷൻ. എല്ലാ സെഷനിലും നമ്മൾ നിങ്ങൾക്ക് ആക്ഷൻ ടാസ്കുകൾ ഷെയർ ചെയ്ത് തരുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഈ സെഷനിലും നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ട്. നിങ്ങളുടെ കൺസേൺഡ് ആയിട്ടുള്ള മെന്റേഴ്സിന് ആ ഒരു ആക്ഷൻ ടാസ്ക് നിങ്ങൾ ഫിൽ ഔട്ട് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം ഓക്കെ. അപ്പൊ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ യുവർ സബ്ജക്ട്. ഓപ്പൺ ആയില്ല. ആയിട്ടില്ല, കാണും. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷന്റെ ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നോ യുവർ സബ്ജക്ട്, അണ്ടർസ്റ്റാൻഡ് യുവർ സിലബസ് ഇൻസൈഡ് ഔട്ട്, ഇൻസ്ട്രക്ഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് ഈച്ച് ഓഫ് ദ 8 courses that you would be studying in year 1 were products and say you are interested with the task of creating an advertisement to promote them. നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ പഠിക്കാനുള്ള 8 സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ 8 സബ്ജക്റ്റുകൾ ഒരു 8 പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ആ പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെന്റേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു സ്ലോഗൻ ആയിട്ടോ ടാഗ് ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടോ, ഒരു അഡ്വർടൈസ്മെന്റ് പോലെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വോയിസ് മെസ്സേജ് എങ്കിലും ഓരോ സബ്ജക്റ്റുകളെ പറ്റിയിട്ട് ഒരു പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്ലോഗനോ കാര്യങ്ങളോ ചെയ്തിട്ട് നിങ്ങൾ അത് മെന്റർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സെക്കൻഡ് ആക്ടിവിറ്റി വരുന്നത്, സപ്പോസ് യു ആർ എ ടീച്ചർ ആൻഡ് ഇഫ് യു ആർ ഗിവൺ ദ ഓപ്ഷൻ ടു ടീച്ച് എനി ഓഫ് ഇയർ 1's കോഴ്സസ്, വിച്ച് കോഴ്സ് വുഡ് യു ലൈക്ക് ടു ടീച്ച് ആൻഡ് വൈ. നിങ്ങളിപ്പോൾ 8 സബ്ജക്റ്റുകൾ പറഞ്ഞല്ലോ നമ്മൾ സിലബസ് ഡീകോഡിങ്ങിൽ. അപ്പം ആ 8 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുക, അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള മെന്റേഴ്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വീണ്ടും വീണ്ടും പറയുന്ന പോലെ തന്നെ നമുക്ക് സിലബസ് ഡീകോഡിംഗ് സെഷന്റെ ആക്ടിവിറ്റി ആണ് ഇത്. നമ്മുടെ എൻറ്റയർ ഈ ഒരു ഓറിയന്റേഷൻ സെഷനിൽ ഈ സെഷനിൽ നിങ്ങൾക്ക് ഓരോരോ ടാസ്ക് ഉണ്ടാവും. ആ ടാസ്കിലെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരായിരിക്കും ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ ദിവസം നമ്മൾ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ടാവുക. സോ എല്ലാവരും തന്നെ ആക്റ്റീവ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഏറ്റവും അടുത്ത 4th സെഷൻ വരുന്നത് നമുക്ക് എന്താ അടുത്ത 4th സെഷൻ നമുക്ക് വരുന്നുണ്ടാവുക ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റിംഗ് ലേൺവൈസ് പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു സെഷനാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. ബേസിക് ആയിട്ട് നമ്മുടെ ലേൺവൈസിലുള്ള ആപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മാക്സിമം ബെറ്റർ ആയിട്ട് നിങ്ങൾ പേയ്മെന്റ് അടച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സർവീസ് നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ വേണം അതൊക്കെ യൂസ് ചെയ്യാൻ, കറക്റ്റ് ആയിട്ടുള്ള വേസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്ന സെഷനാണ്. അപ്പൊ ആ ഒരു സെഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സാക്കാണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നികിത മാം?
ഇല്ല മാം, ഓക്കെ ആണ്. താങ്ക് യു. ഓക്കെ ശരി. അപ്പോൾ താങ്ക് യു എവരിവൺ. ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് ഷെയർ ചെയ്ത് കിട്ടും കേട്ടോ, ടൈം ടേബിളും ഷെയർ ചെയ്ത് കിട്ടും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.